പ്രധാനപ്പെട്ട പരമ്പരാഗത രാഷ്ട്രീയത്തിന് അടിമപ്പെട്ട് കിടക്കുന്നവർ അടിമച്ചങ്ങല പൊട്ടിച്ച് പുറത്തു വരണം. പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവളകളെപ്പോലെ പുറം ലോകം കാണാതെ രാഷ്ട്രീയ തടവറയിൽ കിടക്കുന്നവർ പുറത്തു കടന്നാൽ മാത്രമേ ഇന്ത്യ മഹാരാജ്യം പുരോഗമിക്കുന്നതിനോടൊപ്പം എൻ്റെ മലയാള നാടും പുരോഗമിക്കണമെന്ന ചിന്ത സാക്ഷര കേരളത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയുള്ളൂ. ഭാരതത്തിലേക്ക് കടന്നുവന്ന വിദേശ മതങ്ങൾ തങ്ങളുടെ മതങ്ങളിലേക്ക് ആളുകളെ ചേർക്കുന്നതിനായുള്ള എളുപ്പ വഴിയായി ഹിന്ദു സമാജത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി അതുവരെ ഇല്ലാതിരുന്ന ജാതീയത എന്ന വിഷം കുത്തിവെച്ച് ഹൈന്ദവരെ വിഘടിപ്പിച്ചത് നമുക്കറിയാമല്ലോ. എന്നാൽ സ്വതന്ത്രാനന്തര ഭാരതത്തിലെ രാഷ്ട്രീയക്കാരും ഇതേ തന്ത്രം ഉപയോഗിച്ച് ഹിന്ദു സമാജത്തിൽ ഭിന്നത നിലനിർത്തിക്കൊണ്ടുവരികയാണ്. ഇതിനു വേണ്ടി അവർ വേടന്മാർക്കും കപിക്കാടന്മാർക്കും ചെലവും കൊടുത്ത് വിട്ടിരിക്കുകയാണ്. ഇക്കാലം അത്രയും ഹിന്ദുവിനെ തമ്മിൽ തല്ലിച്ച് ന്യൂനപക്ഷങ്ങളായ വിദേശ മതങ്ങൾക്ക് ആനുകൂല്യങ്ങൾ വാരിക്കോരി കൊടുക്കുകയായിരുന്നു ഇവിടുത്തെ മതേതര രാഷ്ട്രീയക്കാർ എന്ന് നാം ഹിന്ദുക്കൾ ഇനിയെങ്കിലും തിരിച്ചറിയണം. നമ്മുടെ നാടിൻ്റെ ഖജനാവ് നമുക്ക് കൂടി അവകാശപ്പെട്ടതാണെന്ന സാമാന്യ ബോധമെങ്കിലും ഹൈന്ദവനുണ്ടാകണം. അത് ചില വിഭാഗങ്ങൾക്ക് ആനുകൂല്യങ്ങളായി വാരിക്കോരി കൊടുക്കാനുള്ളതല്ല എന്ന അടിസ്ഥാന ബോധം ഓരോ ഹിന്ദുവിനും ഉണ്ടാകണം. ടിപ്പുവിൻ്റെയും വാര്യം കുന്നന്മാരുടെയും സൈനികർ ചൂടും ചൂരും പകർന്ന് മതം മാറ്റത്തിന് ശ്രമിച്ചപ്പോൾ നെഞ്ചു വിരിച്ചു നിന്ന് സനാതനധർമ്മത്തെ സംരക്ഷിച്ച് മതം മാറ്റത്തിന് വിധേയമാകാതെ നിന്ന അസൽ ഹൈന്ദവ കാരണവന്മാരുടെ തലമുറയാണ് നാം എന്നതിൽ നമുക്ക് അഭിമാനമുണ്ടാകണം. ആധുനിക ഹിന്ദുവിന് നഷ്ടപ്പെട്ടു പോയ സ്വത്വബോധത്തെ തൊട്ടുണർത്തിക്കൊണ്ട് നമ്മുടെ കാരണവന്മാർ സനാതന സംസ്കാരത്തെ നിലനിർത്താൻ വേണ്ടി നടത്തിയ പോരാട്ടങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന ആശയത്തിൽ ഊന്നിക്കൊണ്ട് ഹിന്ദു ഐക്യത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നാം ഓരോരുത്തരും ബോധവൽക്കരിക്കപ്പെടേണ്ടതുണ്ട്.